ഉൽപ്പന്നം അമേരിക്കയിൽ നിർമ്മിച്ചില്ലെങ്കിൽ തീരുവ നൽകേണ്ടി വരുമെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി. രണ്ടാമതും പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ ആഗോള പരിപാടിയിൽ വൈറ്റ് ഹൌസിൽ നിന്ന് സംസാരിച്ച ട്രംപിനെ കൈയടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. നികുതി കുറയ്ക്കാനും നിയമവിരുദ്ധ കുടിയേറ്റത്തെ നിയന്ത്രിക്കാനും വ്യവസായങ്ങളെ സ്വാതന്ത്ര്യമാക്കാനുമുള്ള പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഇക്കൂട്ടത്തിലായിരുന്നു മുന്നറിയിപ്പും. നിങ്ങളുടെ ഉൽപ്പന്നം നിർമ്മിക്കാൻ അമേരിക്കയിലേക്ക് വരിക. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന നികുതി നിരക്കുകളിലൊന്ന് നൽകും. പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നില്ലെങ്കിൽ തീരുവ നൽകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ യുദ്ധവും എണ്ണവിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. ക്രൂഡ് വില കുറയ്ക്കാൻ സൗദി അറേബ്യയോടും ഒപെക്കിനോടും ആവശ്യപ്പെടും. എണ്ണവില കുറഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉടനടി അവസാനിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. 2018-ലും 2020-ലും ട്രംപ് നേരിട്ട് ദാവോസിൽ എത്തിയിരുന്നു. അതിനിടെ അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം സിയാറ്റിലിലെ ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. തുടർ നടപടികൾ 14 ദിവസത്തേക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ നീക്കത്തെ നഗ്നമായ ഭരണഘടനാ ലംഘനമെന്നാണ് ജഡ്ജി വിശേഷിപ്പിച്ചത്. 4 അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ഉത്തരവിനെ കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചത്. ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള വാഷിംഗ്ടൺ, അരിസോണ, ഇലിനോയ്സ്, ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങളാണ് കോടതിയിലെത്തിയത്. US മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച US ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ കോക്നോറാണ് ഉത്തരവിനെ താൽക്കാലിക സ്റ്റേ അനുവദിച്ചത്.